നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയിലെ രണ്ടാമത്തെ മത്സരത്തിന് വേണ്ടി വമ്പന്മാരായ അർജന്റീന നാളെ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 6:30 നടക്കുന്ന മത്സരത്തിൽ ചിലിയാണ് അർജന്റീനയുടെ എതിരാളികൾ. അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക. നമുക്കറിയാം, ആദ്യ മത്സരത്തിൽ അർജന്റീന മികച്ച വിജയം നേടിയിരുന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു അർജന്റീന കാനഡയെ തോൽപ്പിച്ചത്. സൂപ്പർ സ്ട്രൈക്കർമാരായ ലൗട്ടറോ മാർട്ടിനസ് അതുപോലെ തന്നെ ഹൂലിയൻ ആൽവറസ് എന്നിവരായിരുന്നു അർജന്റീനയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയത്. ഈ മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും അർജന്റീനയ്ക്ക് ക്വാർട്ടർ ഫൈനൽ യോഗ്യത കരസ്ഥമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതേസമയം സമനില വഴങ്ങിയാൽ പോലും അർജന്റീനയ്ക്ക് അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറാൻ സാധിക്കും എന്നുള്ളത് കൂടി ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ മത്സരത്തിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങളോട് കൂടിയായിരിക്കും അർജന്റീന ഈ ഒരു മത്സരത്തിൽ ഇറങ്ങുക. ഏറ്റവും പുതിയ സാധ്യത ലൈനപ്പ് TVC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് പരിശോധിക്കാം. എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരിക്കും ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ നെഹുവേൽ മൊളീന വിംഗ് ബാക്ക് പൊസിഷനിൽ ഉണ്ടാകും. സെന്റർ ബാക്ക് പൊസിഷനിൽ ക്രിസ്ത്യൻ റൊമേറോക്ക് സ്ഥാനം ഉറപ്പാണ്. മറ്റൊരു പൊസിഷനിലാണ് സംശയങ്ങൾ ഉള്ളത്. നിക്കോളാസ് ഓട്ടമെന്റിയെ ഇറക്കണോ അതോ ലിസാൻഡ്രോ മാർട്ടിനസിനെ ഇറക്കണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയങ്ങൾ സ്കലോണിക്ക് നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു വിങ്ങിൽ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ ആയിരിക്കും ഉണ്ടാവുക. അക്യൂഞ്ഞയെ ഉൾപ്പെടുത്തുമെന്ന റൂമറുകൾ നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിലും ടാഗ്ലിയാഫിക്കോ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. മധ്യനിരയിൽ റോഡ്രിഗോ ഡി പോളിന് സ്ഥാനം ഉറപ്പാണ്. അലക്സിസ് മാക്കാലിസ്റ്റർക്കും സ്ഥാനം ഉറപ്പാണ്. ഇവർക്കൊപ്പം ആരായിരിക്കും ഇറങ്ങുക എന്ന കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എൻസോ ഫെർണാണ്ടസിനെ ഇറക്കണോ അതോ ലിയാൻഡ്രോ പരേഡസിനെ ഇറക്കണോ എന്നുള്ള കാര്യത്തിൽ സ്കലോണിക്ക് ഇതുവരെ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് TVC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മുന്നേറ്റ നിരയിലാണ് സുപ്രധാന മാറ്റം വരുന്നത്. സൂപ്പർ താരം ഏഞ്ചൽ ഡി മരിയക്ക് സ്റ്റാർട്ടിംഗ് 11 സ്ഥാനമില്ല. കഴിഞ്ഞ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്ത താരമാണ് ഡി മരിയ. പക്ഷെ ഇത്തവണ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യില്ല. മറിച്ച് നിക്കോളാസ് ഗോൺസാലസിനെ ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ സ്കലോണി തീരുമാനിച്ചിട്ടുള്ളത്. ലയണൽ മെസ്സിക്ക് സ്ഥാനം ഉറപ്പാണ്. അദ്ദേഹത്തിന് പരിക്കിന്റെ പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല. സ്റ്റാർട്ടിംഗ് 11 മെസ്സി ഉണ്ടാകും. സ്ട്രൈക്കർ പൊസിഷനിലെ സ്കലോണിയുടെ സംശയം ഇതുവരെ തീർന്നിട്ടില്ല. ഹൂലിയൻ ആൽവറസിനെ ഇറക്കണോ ലൗട്ടറോ മാർട്ടിനസിനെ ഇറക്കണോ എന്നുള്ള കാര്യത്തിൽ മത്സരത്തിന്റെ തൊട്ട് മുൻപാണ് സ്കലോണി തീരുമാനം എടുക്കാറുള്ളത്. ഇത്തവണയും അങ്ങനെ തന്നെയായിരിക്കും. കഴിഞ്ഞ മത്സരത്തിൽ ഹൂലിയൻ ആൽവറസ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പക്ഷെ 2 താരങ്ങളും മത്സരത്തിൽ ഗോൾ നേടി എന്നുള്ളത് സ്കലോണിക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇതാണ് അർജന്റീനയുടെ ഒരു സാധ്യത 11 ആയിക്കൊണ്ട് വരുന്നത്. ചിലിയെ പരാജയപ്പെടുത്താൻ അർജന്റീനയ്ക്ക് കഴിയും എന്ന് തന്നെയാണ് ആരാധകർ ഇപ്പോൾ അടിയുറച്ച് വിശ്വസിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.